നമസ്കാരം, നിലക്കൽവികളിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പേജിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. നമ്മൾ നാഗ്പൂരിലേക്ക് ചെറുതേനീച്ചയുടെ കോളനികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന ഒരു കാര്യം. അപ്പം നമ്മളിപ്പോൾ നാഗ്പൂരിൽ എത്തിച്ചേർന്നു. നല്ല രസകരമായിട്ടുള്ളൊരു ഫാം ഫീൽഡാണിത്. എനിക്ക് തോന്നുന്നു ഏക്കർ കണക്കിന് പല ആളുകളുടെ തോട്ടങ്ങൾ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം. അതും വ്യത്യസ്തമായ കൃഷി രീതികൾ. നമ്മുടെ നാട്ടിൽ നമ്മൾ വാഴ, കപ്പ, ചേമ്പ്, ചേന പോലെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുവാണെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ പോലെ അല്ലാതെ നമ്മുടെ പരുത്തി, കോട്ടൺ, അതേപോലെ പരിപ്പ്, തുരപ്പരിപ്പുകൾ, അതേപോലെ നമ്മുടെ ഓറഞ്ച്, നാരകം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പല സാധനങ്ങളും കൃഷി ചെയ്യുന്ന ഒരു ഫാം ഫീൽഡാണ്. ഇത് തന്നെ ഏക്കർ കണക്കിനുള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ ഇവിടെ പോളിനേഷൻ, പരാഗണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ കോളനികൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കോളനികളുടെ ഇൻസ്റ്റാളേഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇതൊക്കെ പേരയാണ്. ഇത് എനിക്കറിയാൻ സാധിച്ചത് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയുള്ളതല്ല, തായ് വെറൈറ്റി പേരമാണ് ഇതെല്ലാം. അതേപോലെ ഇവിടുത്തെ ഓറഞ്ച് ആണെങ്കിലും അതേപോലെ നാരകമാണെങ്കിലും ഇതൊക്കെ ഫ്ലവറിങ് ആയി വരുന്നതേ ഉള്ളൂ. അതേപോലെ മുസംബി, ഇതെല്ലാം നല്ല തായ് വെറൈറ്റി അല്ലെങ്കിൽ മലേഷ്യൻ വെറൈറ്റി എന്നൊക്കെ പറയുന്ന പോലെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ബ്രീഡുകളാണ് ഇതെല്ലാം. അതേപോലെ ഇവിടെ കാണാൻ സാധിച്ചത് തേക്കിൻ്റെ ഒരു, എനിക്കൊന്ന് ബ്രസീലിയൻ തേക്കോ അങ്ങനെ എന്തോ പറയുന്ന ഒരു തേക്കിൻ്റെ തൈകൾ ഇവിടെ ഒത്തിരി വെക്കാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നു. അതേപോലെ പാലക്ക്, അതേപോലെ മേഥി എന്ന് പറയുന്ന ചെടി, അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ ഇവിടെ വ്യത്യസ്തമായിട്ട് അവർ കൃഷി ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ രാവിലെ എത്തിയതാണ്. ഇപ്പോൾ നമ്മുടെ ചെറുതേനീച്ച കോളനികളുടെ ഇൻസ്റ്റാളേഷൻ ഇതേപോലെ ഈ തോട്ടത്തിനുള്ളിൽ പല ഭാഗങ്ങളായിട്ട് ഏകദേശം 100 ചെറുതേനീച്ച കോളനികളാണ് നമ്മളിപ്പോൾ ഇവിടെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. അപ്പം പേരയുടെ തോട്ടമൊക്കെ ഇങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നാഗ്പൂരിലെ ചെറുതേനീച്ച കോളനികളുടെ ഇൻസ്റ്റാളേഷൻ വിശേഷങ്ങൾ. അപ്പം നമ്മൾ എത്തിച്ച ചെറുതേനീച്ച കോളനികളെല്ലാം സുരക്ഷിതമായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള കോളനികൾ. നമ്മൾ ഓരോന്നും പ്രത്യേകം അതിൻ്റെ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് അവിടെ ഇൻസ്റ്റാളേഷൻ ചെയ്തു. ഇനിയിപ്പം അതിന് വേണ്ട നിർദ്ദേശങ്ങളും നമ്മൾ അവിടെ ഉള്ളവർക്ക് നൽകിയിട്ടാണ് നമ്മളിവിടെ യാത്ര തിരിക്കുന്നത്. അപ്പം ഇതേപോലെയുള്ള നല്ല ചെറുതേനീച്ച കോളനികൾ, ഹെൽത്തി ആയിട്ടുള്ള ചെറുതേനീച്ച കോളനികൾ നിങ്ങളുടെ ഫാം ഫീൽഡിൽ പോളിനേഷൻ്റെ ആവശ്യത്തിനോ അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നതിനോ ഒക്കെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആവശ്യമെങ്കിൽ ബൈ കൊറിയറിൽ ഡെലിവറി ചെയ്യാം. നേരിട്ട് എത്തിച്ചേരാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നേരിട്ടും എത്തിച്ചേരാൻ സാധിക്കും. അപ്പം കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഒത്തിരിയും തേനീച്ച കൃഷിയുമായിട്ടുള്ള വിശേഷങ്ങളും നല്ല തേനിൻ്റെ വിശേഷങ്ങളും ഒക്കെ അറിയാൻ സാധിക്കും. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ടാറ്റ, ബൈ ബൈ.